ഹേ ഗായ്സ് അങ്ങനെ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ആദ്യത്തെ ദിവസമാട്ടോ എങ്ങോട്ട് പോകണം എന്താ ഇത് ഒരു ഐഡിയ ഇല്ല. ഗോപിക പോയിട്ട് ഇന്നേ വരെ ആരും കോഴിക്കോട് പോയിട്ടേ ഇല്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആര്യഭവനിൽ പോകാമെന്നാണ് വിചാരിച്ചേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗോപിക കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. അമ്മയും അച്ഛനും വേറെ ഓട്ടോയിൽ പുറകെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആര്യഭവനിൽ എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് നമ്മളെല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. കാരണം മസാല ദോശ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കോഫി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുത്തെ പോലെ സെയിം ടേസ്റ്റ് തന്നെയാണ് മസാല ദോശയ്ക്ക്. ഞാൻ വെച്ച കറികൾക്കൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുന്നുണ്ടായിരിക്കുന്നത്, പക്ഷേ ഈ മസാല ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികൾക്കായാലും അടിപൊളിയായിരുന്നു. ദച്ചു നല്ലപോലെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോഫിയും കുടിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. കാരണം നമുക്ക് ആർക്കും ഒരു സ്ഥലങ്ങളും അറിയത്തില്ല ഇവിടുത്തെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്ത് മാനാഞ്ചിറ സ്ക്വയറിൽ വന്നായിരുന്നു. മാനാഞ്ചിറ സ്ക്വയറിൽ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അവിടെ ഓപ്പൺ അല്ലെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പെട്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകാൻ വേണ്ടി. നമ്മൾ രാവിലെ ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി റൂം എടുത്തു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ടൈമൊന്നും ബീച്ചിൽ പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇവിടെ മാനാഞ്ചിറ സ്ക്വയറിൽ വന്ന് കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവിടെ ഓപ്പൺ അല്ല. 2:30-ക്ക് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം പിന്നെ അടുത്തിനി എവിടെ പോകാം എന്നുള്ള ആലോചനയിൽ അങ്ങനെ ഇരിക്കുക. എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കുക. എല്ലാവരും അവിടെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ കോഴിക്കോട് ബീച്ചിന് തൊട്ടപ്പുറത്തുള്ള ബീച്ചിൽ വന്നു കേട്ടോ. എനിക്ക് അവിടുത്തെ പേര് കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ലടിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമായിരുന്നു. 3G ആയിരിക്കുന്ന മുഖമല്ലേ. നമ്മൾ ഇവിടെ ഫ്രീഡം സ്ക്വയറിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛനും അമ്മയൊക്കെ മിസ്സായി പോയായിരുന്നു. പിന്നെ ചേട്ടൻ പോയി അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്നൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്, എന്നാലും ഇവിടെ ഇരിക്കാം കുറച്ച് സമയം. നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് സമയം ഇരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആരും അത് മൈൻഡ് ചെയ്തതേയില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. മാങ്ങ, നെല്ലിക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ട്രിവാൻഡ്രത്ത് ഉപ്പിലിട്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നേരെ പാരഗണിലോട്ടാണ് പോയത്. പാരഗണിലെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാന്ന് വിചാരിച്ച് ഗോപിക നമ്മൾ അവിടെ കൊണ്ടുവന്ന കേട്ടോ. നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഡേറ്റ്സ് പിക്കിൾ, പിന്നെ ഒരു ചമ്മന്തിയൊക്കെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തെ ബിരിയാണിക്ക് ഞാൻ ഈ ഒരു ചമ്മന്തി കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു. പാരഗണിലെ ബിരിയാണി എല്ലാവരും പറയുന്നത് കേട്ട് ഭയങ്കര ആകാംക്ഷയോടെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. അങ്ങനെ ഞാൻ ബിരിയാണി എടുത്ത് കഴിച്ചു. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇന്നത്തെ ബിരിയാണിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ ഇവിടുത്തെ ട്രിവാൻഡ്രം ബിരിയാണീനെക്കാട്ടിയും വേറൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും പാരഗണിലെ ബിരിയാണി ഭയങ്കര ഫേമസ് അല്ലേ. ആ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടെ പോയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി കേട്ടോ. റൂമിൽ നമ്മളിങ്ങനെ കിടന്ന് എല്ലാവരും കൂടെ അടിയും കൂടി കാര്യമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതും. ഇതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ കാര്യമാണെന്ന് തോന്നി കേട്ടോ. ഈ ഒരു ഫ്രെയിം ഞാൻ, ചേട്ടൻ, ഗോപിക, ദജ്ജു എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ഇടയ്ക്ക് മാത്രം നമുക്ക് കിട്ടുന്നത്. കാരണം ഗോപിക പഠിക്കുന്നതായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ വീട്ടിൽ. പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ കോഴിക്കോട് ബീച്ചിലോട്ട് പോവാം കേട്ടോ. ഞാൻ കോഴിക്കോട് വരണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ എനിക്ക് കോഴിക്കോട് ബീച്ചിലും പിന്നെ മിഠായി തെരുവിലും പോകണം. ഈ 2 സ്ഥലങ്ങളിലും എന്തായാലും പോകണം എന്ന് വിചാരിച്ചു ഒരൊറ്റ ആഗ്രഹത്തോടെ കേട്ടോ ഞാൻ വന്നത് തന്നെ. കാരണം കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് കിട്ടാത്ത ഒരുപാട് വെറൈറ്റീസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിനായിട്ട് ബീച്ച് കാണുന്നതിലുപരി എനിക്ക് ഫുഡ് അടിക്കണം, എനിക്കല്ല നമുക്ക് എല്ലാവർക്കും ഫുഡ് അടിക്കണം എന്നുള്ള ഒറ്റ വിചാരത്തിൽ പോയതാണ്.
ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ നമ്മുടെ കാടമുട്ട ഫ്രൈ ഇല്ലേ അതാ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എന്താണെന്നറിയത്തില്ല, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്നാക്സ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കല്ലുമ്മക്കായ നിറച്ചതും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കല്ലുമ്മക്കായ നിറച്ചത് അമ്മയ്ക്ക് വെച്ചൊന്നും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബജി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് വയറിൽ ഇച്ചിരി പോലും ഗ്യാപ്പില്ലാണ്ട് നമ്മൾ നല്ല വയറ് നിറയെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഫ്രൈ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഐസ് ഉറന്തിയത് അതിൻ്റെ പേരെനിക്ക് അങ്ങനെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബജിയുടെ കൂടെ അവരൊരു സോസ് പോലത്തൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, അച്ചാറാണോ എന്താണെന്ന്. പക്ഷേ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗോപിക്കയും കൂടെ ഈ ഐസ് ഉരത്തിയത് വാങ്ങിച്ച് കഴിക്കാൻ പോയി കേട്ടോ. ഇതും വീഡിയോസിൽ, കോഴിക്കോടത്തെ വീഡിയോസിൽ മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണിത്. എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് 2-3 ഫ്ലേവേഴ്സിലുണ്ടെന്നാണ് പറഞ്ഞത്. എരിവ്, മധുരം അങ്ങനെയൊക്കെ. നമ്മൾ മധുരമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ഇത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഐസ് കട്ടയ്ക്ക് എന്താ അത്ര ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അവർ ഒരുപാട് ഐറ്റംസൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ പോയി വീണ്ടും ഉപ്പിലിട്ടത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഉപ്പിലിട്ടതിനോട് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഞാനൊരു നെല്ലിക്ക കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനും ചേട്ടനും ഗോപികയും കൂടെ വേറെ എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന് അങ്ങനെ തേടി നടക്കാൻ തുടങ്ങി കേട്ടോ. അവരൊക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് ഉപ്പിലിട്ടത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ദച്ചും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചായിരുന്നു. അടിപൊളിയല്ലേ നമ്മുടെ നാട്ടിൽ. പക്ഷേ ഈ ട്രിവാൻഡ്രത്ത് ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളി, എന്ത് രസം അറിയോ. ട്രിവാൻഡ്രത്തും ഇങ്ങനെയൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. ഈ ടൈമൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര വൈബാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നല്ല രസമാണ്. നമ്മൾ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുക. ഒരുപാട് കഴിച്ച് ഇപ്പോൾ വയറൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, കാടമുട്ട ഫ്രൈ വീണ്ടും കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര കൊതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്നും കൂടെ നമ്മൾ പോയി കാടമുട്ട ഫ്രൈ വാങ്ങിച്ച് കഴിച്ചു. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും കൂടെയാണ് കഴിച്ചത്. എല്ലാവർക്കും ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നിട്ടും ഇത് ഉണ്ടാക്കി കഴിച്ചായിരുന്നു കേട്ടോ. നേരത്തെ ഫ്രെയിം പോലെ തന്നെ എനിക്ക് ഈ ഒരു ഫ്രെയിമും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ ഇറങ്ങാണ്ടിരുന്ന മോശമല്ലേ. അങ്ങനെ ഞാനും ഗോപികയും കൂടെ ബീച്ചിൽ പോയി ഒരുപാട് സമയം അവിടെ നിന്നിട്ടോ. ദച്ചു കൊണ്ടുപോയില്ല, രാത്രി ആയതുകൊണ്ട് വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനും ഗോപികയും അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ദച്ചുവിന് വാങ്ങിച്ചാട്ടോ, ഗോപിക വാങ്ങിച്ചു കൊടുത്തതാണ്. അതിനുശേഷം നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അത് കോഴിക്കോട് ബീച്ചിൽ നിന്നല്ല, അതിൻ്റെ പുറത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. റോസ് മിൽക്കിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ മാംഗോ, വേറെ ഏതൊക്കെയോ ഒരുപാട് ഫ്ലേവേഴ്സ് ചേട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. അതും അവിടെ നിന്ന് കുറച്ചടുത്തൊരു ഹോട്ടലിൽ പോയാണ് ഫുഡ് കഴിച്ചത്. അധികം വിശപ്പ് ആർക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിച്ച്